ഇത് കമ്പം തേനിയല്ല, ആണോ? അല്ല, ഇത് കൊല്ലം ജില്ലയിലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിശ്ശേരിക്കടുത്തായിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഈ കൃഷിയും ഈ കൃഷിക്കാരനെയും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ്. വളരെ സമൃദ്ധമായിട്ട് പുള്ളി കൃഷി ചെയ്തുണ്ടാക്കിയ സമ്പത്ത്. കാരണം ഇത് സമ്പത്തെന്ന് തന്നെ പറയണം. കാരണം ഇത് ഇത്രയും ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട്, അധ്വാനം, കാത്തു സൂക്ഷിക്കൽ, അത് പ്രത്യേകം എടുത്തു പറയണ സംഭവമാണ്. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോഴേ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് ഇതിനെ അത്യാവശ്യം നല്ല വീടിൻ്റെ ഒരു ടെറസിൻ്റെ മുകളിൽ അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്ത് അതിനെ ഒന്ന് ആക്കിയെടുത്തേക്കുന്ന ഒരു മഹാനായ മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ വഹാബ് നൈമി ഉസ്താദാണ് ഈ കൃഷി ചെയ്ത് ഇതെല്ലാം ഇത്രയും സക്സസ് ആക്കി നിർത്തിയിരിക്കുന്നത്. ഉസ്താദ് ഈ കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. ഉസ്താദേ, എന്നാ ഇത് തുടങ്ങിയ സംഭവം? ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 4 വർഷമായി. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, വലിയ പ്രതികരണം, ഒരുപാട് ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംശയങ്ങൾ ചോദിക്കുകയും എങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതിൻ്റെ വളം ചെയ്യുന്ന രീതിയും അതിൻ്റെ കൃഷി രീതിയും അതിൻ്റെ വിളവും അതിൻ്റെ എപ്പോഴാണ് ഏത് സമയത്താണ് ചെയ്യേണ്ടത്, പ്രൂണിങ് അടക്കമുള്ള വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത് ഒരു ചെറിയ സന്തോഷം. കാരണം ഇതിലൊരു 3-4 കൊല, ചെറിയ കൊലകൾ പഴുത്ത് പാകമായിട്ടുണ്ട്. കുറേ അധികം കൊലകൾ ഇങ്ങനെ കറക്റ്റ് വിളവായി വരുന്നുണ്ട്. ഒന്നിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല, ആ സമയത്തുണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തന്നെ കാണുകയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അധ്വാനത്തിന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കായ്ഫലം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഒരു വൃക്ഷം വെച്ച് അതിന്റെ ഫലം കിട്ടുന്ന സമയം അത് പ്രത്യേകമായ ഒരു അനുഭൂതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ആ ഒരു ഞെട്ടിൽ നിന്ന് ഒന്ന് അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ വെച്ച് കാണിച്ചു തരാം. ശരി ശരി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ ആഗ്രഹിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടൊരു അവസ്ഥയാണിത്. അപ്പോൾ ഇത് ഞാനൊന്ന് പാകമായി പിന്നെ കഴിഞ്ഞാൽ ഇത് പൊട്ടുകയും അത് പിന്നെ കേടിലേക്ക് പോകും. അതുകൊണ്ട് അതിലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു മുന്തിരിക്കൊല നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിൽ വെക്കുന്നൊരു സംഭവം ഫസ്റ്റാണ്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ കയറുന്ന സമയത്തൊക്കെ കണ്ടിട്ടിറങ്ങി പോകും. പിന്നെ പഴുത്ത ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പിച്ച് ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് കഴിക്കും. ചിലർ കമന്റ് ഇടും, മുഖം കണ്ടിട്ട് പുളി നല്ല മധുരം. ഞാൻ 1-2 തിന്നിട്ട് നല്ല മധുരം തോന്നില്ല. പിന്നെ ഈ പുളി ഉണ്ടെങ്കിലും ആ പുളിയുടെ ഉള്ളിലുള്ള ഒരു മധുരം, അതെ, അത് നമ്മൾ അതിനകത്ത് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തതിന്റെ മധുരം ശരീരമല്ല ആസ്വദിക്കുന്നത്. ഇത് ശരിക്കും ഇത് എത്ര നാളെടുക്കും? നമ്മൾ ഒരാൾ പുതിയതായിട്ട് നമ്മളിങ്ങനെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ടെറസിന്റെ മുകളിൽ ഇത് പടർത്തുന്നതിന്റെ മേലുദ്ദേശം സ്ഥലക്കുറവ്, സ്ഥലപരിമിതിയുള്ള വിഷയം വരുമ്പോൾ, അതേപോലെ തന്നെ പിന്നെ വെയിൽ കൂടുതൽ കിട്ടുന്ന അവസ്ഥ. ഇത് രണ്ടിനും വെയിലും നല്ല വെയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ പിന്നെ പാകമായ രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടൊരു 5-6 മാസം കഴിയുമ്പോൾ തന്നെ ടെറസിലേക്ക് അത്യാവശ്യം പടർന്നു കയറാൻ തുടങ്ങും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പ്രൂണിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കട്ട് ചെയ്തതിന്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് ഒരു പെൻസിൽ കനുള്ള ശിഖരങ്ങൾ കട്ട് ചെയ്ത് കളയുക. അവിടെ നിന്നാണ് ഇത് പുതിയ തളിരുകൾ വരിക. ശരിക്കും ഇത് നമ്മൾ വളർത്തി ഇത് കൊണ്ടുവന്നിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വശം വരുന്നില്ല. ഞാൻ 1-2 പറഞ്ഞത് കട്ട് അത് കിളിച്ച് വരാൻ തന്നെ വലിയ പാടാണ് നമ്മൾ കേട്ടേക്കുന്നത്. മുന്തിരിയുടെ ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ സ്ഥലത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്റെ സഹോദരന്റെ വീട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ കട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ മൗനമായി നിൽക്കുകയും വിഷമിച്ച് നിൽക്കുകയും, കാരണം ഒരു ഇലയെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഓരോ ഇലകളും നമ്മൾ കാത്തിരുന്ന് ആസ്വദിച്ചാണ് വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇത് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ ഇലകളും അത് കൊഴിയുമോ? കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്ത് അവസാനം നരമ്പുകൾ മാത്രമേ ഉണ്ടാവും. ഇതിന്റെ ഓടുന്ന ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഉണങ്ങി പോകത്തില്ല. ഒരില പോലും ഇതിലുണ്ടാവില്ല. ഉണങ്ങിപ്പോത്തില്ലെന്ന് മാത്രമല്ല, പിന്നെയാണ് ഇതിന് സമൃദ്ധമായ നിലയ്ക്ക് തളിരുകൾ വരികയും അതിനോടൊപ്പം തന്നെ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പൂക്കൾ വരികയും ചെയ്യും. അങ്ങനെയാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെ കൂടുതൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രൂണിംഗ് എന്നാണ് പറയുക. ഇപ്പൊ പ്രൂണിങ്ങിനെ കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായ രീതികളൊക്കെ പഠനം നടത്തിയതിനു ശേഷം ഒരുവിധം മാംഗോസ്റ്റിനല്ലാത്ത എല്ലാ തൈകളും പ്രൂൺ ചെയ്യുന്ന വിഷയങ്ങൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും, അറിയാൻ പറ്റും.
അപ്പോൾ അത് പിന്നെ ശരിക്കും ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇതിനൊക്കെ ഇങ്ങനെ പഠിച്ചത് സമയം ഒപ്പിച്ച് അല്ല നിങ്ങൾ നമ്മൾ കണ്ടേക്കുന്നത് കൂടുതൽ തിരക്കുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടേക്കുന്നത്. ഇതൊക്കെ ഒരു ഇപ്പം ഞാനൊരു മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ, ഒരു ഇൻസ്പയർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതേപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അറിവുകൾ നമ്മൾ ഒതുക്കി വെക്കാനുള്ളതല്ല, ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്, അതുകൊണ്ട് ആരും കാണട്ടെ. ഏകദേശം തൈ എവിടെ കിട്ടും, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ പലരും എത്തിയിട്ട് മലബാർ ഭാഗത്ത് ഞാൻ ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. വാട്സാപ്പിനകത്തൊരു ലിങ്ക് വന്ന് ഞാൻ അതിനകത്ത് കണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മുന്തിരി പിടിച്ച് ഞാൻ വിചാരിച്ച് വേറെ എവിടെയെങ്കിലും നിൽക്കുന്നതായിരിക്കും, എന്നാലും നമ്മുടെ ഒന്ന് ജസ്റ്റ് വന്ന് കാണാമെന്ന് വിചാരിച്ചു. അതെ, ടെറസിന്റെ പോലെ നല്ല വിശാലമായിട്ട് മുകളിലായി വീട് വെച്ചിട്ട് അതെ 4 വർഷമായി വന്നിട്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇത് എത്ര മൂഡ് ഉസ്താദ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്? 2 നല്ല മൂടും ഒരു ചെറിയ മൂടും ഉണ്ട്. ഈ 2 നല്ല മൂട്ടിൽ നിന്നാണ് കിളിച്ചിട്ടുള്ളത്. ആളുകളും ഇതിന്റെ മൂട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ മുരട് കാണിക്കണം, മൂട് കാണിക്കണം, ഇത് എവിടെയാണ് നട്ടേക്കുന്നത്, ആ രീതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബന്ധപ്പെട്ടിരുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഇത് താഴെ നിന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് അതിന്റെ കൃഷി രീതിയും വളം ചെയ്ത രീതിയും ഒക്കെ നമുക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഇത് പാകം കഴിഞ്ഞു. പാകം നമ്മൾ മഴയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കയറായിരുന്നതാണ്. പാകം കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടന്നു പോകും. പിന്നെ അടന്ന് തറയെ വീഴും, പിളർന്നു പോയിട്ട് അതിനൊരു ഞാനിപ്പോ താഴെ വീണ കുറച്ച് നല്ല മധുരമുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ അടുത്ത പീസ് ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ അടുത്തൊരു പീസും ഉണ്ട്. പിന്നെ ഇത് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറയണ്ട, കാരണം ഇതിന് ഈ വീഡിയോ അപ്ലോഡ് ആവാൻ ഏതായാലും 2 ദിവസം എടുക്കും. തീർന്നു കാണും. ഇത് എത്തേണ്ടടുത്ത് എത്തും, എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കണ്ടെന്ന് പറയുന്നത് അടുത്ത കൊലകൾ ഭാഗമാവട്ടെ. 1-2 കൊലകളുണ്ട് നമുക്ക്. 1-2 കൊലകൾ 1-2 വർഷത്തിന് മുമ്പ് ഇത് പലപ്പോഴും ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പക്ഷികളാണ്, ഇതിന്റെ അവകാശികളാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ഇത് വല ഇട്ട് മൊത്തത്തിൽ വലയിട്ട് ഫുള്ളാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര നമുക്ക് പാകപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പലർക്കും അത്ഭുതമാണ്, ഇതെങ്ങനെ പിടിക്കുമോ? ഇതിപ്പോ മൊത്തം ഇത് ചെയ്തതിന് സ്ഥാനിപ്പോൾ ഇത് എത്ര രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? നമ്മൾ കറക്റ്റായിട്ടൊന്നും കണക്കൂട്ടാനൊക്കെ നമുക്കിപ്പോൾ ഇതിന് വലിയ വളമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ അടുക്കള ഭാഗത്താണ് ഇതിന്റെ തൈ ഉള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും വേസ്റ്റുകൾ ഇടുക, പിന്നെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ വളങ്ങൾ, അതും 6 മാസത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ കൃത്രിമ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, രാസവളം അടുപ്പിക്കത്തില്ല. ഈ പുരയിടത്തിലില്ല. ഈ പുരയിടത്തിൽ അങ്ങനെ സാധനം എൻ്റെ അറിവിൽ ഞാൻ ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ആക്കിയിട്ടില്ല. ഒരു കെമിക്കലും ഈ വസ്തുവിലില്ല. അതെ, ഈ മുന്തിരി കിളിച്ച് വരുമ്പം എന്തെങ്കിലും പെസ്റ്റിസൈഡോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? ആദ്യം തളരി വന്ന സമയത്ത് വേണമെങ്കിൽ ഈ പുകയില വെള്ളം, പിന്നെ കഞ്ഞോളം പുളിപ്പിച്ചത്, അതൊന്നും നമുക്ക് ദൂഷ്യമുള്ള സംഭവമല്ലല്ലോ, നാച്ചുറൽ അല്ലേ. അതൊക്കെ വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തളിരുകൾക്കും വേണമെങ്കിൽ മുന്തിരിക്ക് എന്തെങ്കിലും കേട് വരുന്നെങ്കിലൊക്കെ കീടങ്ങളൊക്കെ പരിഹരിക്കും. അതെ, അല്ലാതെ ഈ തോട്ടത്തിലടിക്കുന്ന പോലുള്ള മറ്റേ നമുക്ക് ദോഷകരമായിട്ടെന്ന് പറഞ്ഞാൽ അവർ വ്യാവസായിക അടിസ്ഥാനത്തിലായതുകൊണ്ട് അവർക്കത് ചെയ്തേ മതിയാകും. അത് അവർ ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തൈ വെച്ചതിന് ശേഷം ചെയ്യാറുണ്ട്. വളർന്നു വരുന്ന ഓരോ 2-3 മാസത്തിൽ ഓരോ സെഷനായിട്ട് ചെയ്യാറുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ധാരാളം. അതിന്റെ വിഷാംശം, അതിന്റെ കടുപ്പം, ക്യാൻസർ രോഗം അടക്കമുള്ള വിഷയം എത്ര നമ്മൾ കഴിയാലും ഇതിന്റെ വിഷാംശം, കാരണം അതേ വളവും അതേ സംഭവങ്ങളും വലിച്ചെടുത്തിട്ട് വളർന്നു വരുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിലേക്കും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിന്റെ ഒരു കണ്ടന്റ് എന്തായിരുന്നാലും മാംസത്തിലുണ്ടാവും. ചിലർ പറയും ഉപ്പിലിടാം, പിന്നെ മറ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകാം, പുളിവെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വളരെ വാല്യൂ കൂടി വരികയാണ്. ഇപ്പൊ നമ്മുടെ പരിസരങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അതുമായിട്ട് വരുന്നുണ്ട്. ഇതിലൊക്കെ ആളുകളൊക്കെ നമുക്ക് അവിടെ കൂടെ ഒരു കൊല ഒന്ന് നോക്കാം. ഇതിങ്ങനെ നമുക്ക് ഇതിനൊരു വലിയൊരു സന്തോഷമാണിത്. നമ്മൾ ഈ സാധനം കൊലയിൽ നിന്ന് തന്നെ നമ്മൾ ഈ മരത്തിൽ നിന്ന് തന്നെ വെട്ടി കട്ട് ചെയ്തെടുത്ത് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ പ്ലേറ്റ് വെക്കുമ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു സന്തോഷം അത് എടുത്ത് പറഞ്ഞ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്തൊരു സന്തോഷമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കാക്കയ്ക്ക് പൂച്ചയ്ക്ക് കൊടുക്കാതെ നട്ടതിന് ശേഷം ഫസ്റ്റാണിത്. അതെ, ആണല്ലേ? ഫസ്റ്റാണ് ഒരു പ്ലേറ്റ് മുന്തിരി. നമുക്കിത് അത് മറ്റ് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്ത നാച്ചുറൽ മുന്തിരി. എല്ലാവരും തൈ നടുന്നതിനൊന്നും ആർക്കും ഒരു പ്രയാസം. ഇത് നമുക്ക് കൂലിയും കിട്ടുന്ന കാര്യം. ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ എൻ്റെ അറിവുകൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിയുന്നിടത്ത് ഞാനത് വളർന്നതിന് ശേഷം വരാം, നോക്കാം. ഒരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മടിയുള്ള ആളൊന്നുമല്ല.
നമ്മളവിടെ പുറത്ത് പ്രോഗ്രാമിന് മറ്റു പോയിരുന്നാലും ഞാൻ കൃഷിയും ഇതൊക്കെ ചെടികൾ എല്ലാം അതുമായി ബന്ധപ്പെട്ട് നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ മലപ്പുറത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതിനെ കട്ട് ചെയ്തപ്പോൾ കണ്ടപ്പോൾ അവർക്ക് ഒരു വിഷമം. ഞാൻ പറഞ്ഞത് കട്ട് ചെയ്താണോ ഇതുവരെ പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 കൊല്ലമായി, 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ പിടിച്ചിട്ടില്ല ഉസ്താദെ, നല്ല വളർന്നു വരുന്നുണ്ടെന്ന്. ഇലകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഇലകൾ എത്ര നാൾ കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ 1-2 പിടിക്കും. അല്ലാതെ വേണ്ടതുപോലുള്ള കായ്ഫലം ഉണ്ടാവില്ല. ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രൂണിങ് തന്നെ ചെയ്യണം. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അടുത്ത സുഹൃത്താണ്, ഞാൻ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്ത് എല്ലാം വെട്ടി ആ മുറ്റം മൊത്തവും ഇലകളായിരുന്നു. അപ്പൊ അകത്ത് ചെറിയ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. വെട്ടി നശിപ്പിച്ച ഉസ്താദ് ശരിയാവും അങ്ങനെ ഞാൻ പറഞ്ഞ്. പിന്നെ തൗഫീഖ് എന്നാണ് പേര്. തൗഫീഖ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആ തൗഫീഖ് വൈലത്തൂര് തിരൂരുള്ള തൗഫീഖ് തന്നെ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ അകത്ത് സംസാരിക്കുന്നുണ്ട് ചോദിച്ചു. നമ്മൾ ധൈര്യമായിട്ടില്ല, ഞാനല്ലേ അങ്ങനെ വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. ഞാൻ പറയാം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൊടി വരാൻ തുടങ്ങും. ഒരു 3 ആഴ്ചക്കുള്ളിൽ എൻ്റെ പൂ നിനക്ക് കാണാൻ പറ്റും. ഇത് മുന്തിരി ആയതിനു ശേഷം എനിക്ക് ഫോട്ടോ ഇട്ടണമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും 1 മാസത്തിന്റെ ഉള്ളിൽ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഫോട്ടോ വന്നു. വലിയ സന്തോഷം, വളരെ കുടുംബത്തിന്റെ സന്തോഷം പ്രത്യേകം അറിയിച്ചു. പിന്നെ സ്ഥിരമായിട്ട് അവർ തന്നെ ചെയ്യാറുണ്ട്. ചില സംഭവങ്ങൾ സത്യമാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് വളർന്നു നമ്മൾ ഇത്രയും കയറ്റി കൊണ്ടുവരാൻ നമുക്ക് നല്ല പാടാണ്. ഇത്രയും ആയി വരാൻ, പിന്നെ അത് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് കമന്റുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഞങ്ങൾ 2-3 കൊല്ലമായിട്ട് വെച്ചിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ പൂക്കാത്തത് കൊണ്ട് ഇത് പൂക്കാത്ത ഇനം തൈയാണെന്ന് വിചാരിച്ച് ഞങ്ങളത് മുറിച്ച് കളഞ്ഞു. ഇത് കേട്ട വലിയ വിഷമം ഉണ്ടായിപ്പോയി. അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ തീരുന്ന വിഷയമുള്ളൂ. അതെ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരുപാട് അത്യാവശ്യം ഒരു ദിവസത്തേക്കല്ലല്ലോ ഇത് തിന്നണം. ഇത് ഇത്രയോട് ഒരുമിച്ച് ഒരാൾ തിന്നത്തില്ല. ഇത്രയും സാധനം മാഷാ അല്ലാ സന്തോഷമുണ്ട്. ഇത് കൃഷി ചെയ്ത് നമുക്ക് കാണാം. 1-2 പീസ് ഇതോടെ നിൽപ്പുണ്ട് ചെറുത്. കണ്ടില്ല. ശരി, ഓക്കെ. ഇത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മുടെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളെപ്പോഴും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ അമീൻ ഇസ്ലാമിക് മീഡിയ എന്ന് പറയുന്ന വലിയൊരു ചാനൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിനെ വന്ന് ഇവിടെ ഒന്ന് സന്ദർശിക്കാറുണ്ട്. ഉസ്താദിനെ ഇതിനു മുമ്പ് ഇവിടെ കോവലിന്റെ കൃഷിയായിരുന്നു. കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട അമീൻ എവിടെയാണെന്ന് ചോദിക്കേണ്ട, കാരണം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ കാണുന്നുണ്ടാവും. കൊല്ലം ജില്ലയിലുള്ള കാരാളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിനെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ. ഇതിനു മുമ്പ് കോവൽ കൃഷിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കോവൽ ഒരു കിറ്റ് നിറച്ച് കോവലാണ് പറഞ്ഞിരുന്നു. അതായത് ഇത് നമുക്ക് പന്തൽ നിർബന്ധമാണല്ലോ. 25 വർഷം 30 വർഷം വരെ ഇതിന് ആയുസുണ്ട് ഈ മുന്തിരിക്ക്. അപ്പോൾ നമ്മൾ പടത്തി വിടുമ്പം ഒരു ഭാഗം മാത്രം പന്തൽ പറ്റത്തില്ലല്ലോ, ഏരിയ മൊത്തം കവറേജ് പറ്റും. അപ്പോൾ പന്തലിട്ട സമയത്ത് ഇത് കിളിച്ച് 1-2 കൊല്ലം എടുക്കും വരാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ആ സൈഡിൽ കൂടെ ഞാൻ താഴെ നിന്ന് കണ്ട് ഇവിടെ പോയി. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, കോവല് കയറ്റി വിട്ട് അങ്ങനെ ഇവിടെ ഫുള്ള് കോവലായിരുന്നു, 3/4 കോവലായിരുന്നു. അപ്പൊ അവിടെ വരുന്നതേ ഉള്ളൂ. മെയിൻ ലക്ഷ്യം മുന്തിരിയായിരുന്നു. അപ്പൊ അതിന് ഏകദേശം ഒരു 150 കിലോയ്ക്ക് പുറത്ത്, 1.5 കിൻഡൽ പുറത്ത് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതാ സമയം നല്ല വെയിലാണ് ആവശ്യം. അതെ, വീട്ടില് ഞാനിത് കൊണ്ട് കൊടുത്ത് ഉമ്മച്ചാക്ക് ഭയങ്കര സന്തോഷമാണ്. ഉമ്മച്ച അല്ലെങ്കിൽ തന്നെ ഉമ്മച്ച കൃഷിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഉമ്മച്ച എന്തോ വെച്ചാലും കിളിക്കുകയും ചെയ്യും. അപ്പം ഈ കോവയ്ക്ക ഉമ്മച്ച പിന്നെ കോവയ്ക്ക ഇഷ്ടം പോലെ ഗൾഫിൽ വരെ കൊടുത്തു ചോദിക്കും നാച്ചുറൽ കോവയ്ക്ക വേണോ, മുകളിൽ ഞാൻ പിച്ചു തരൂല, പാത്രമുണ്ട് പോയി പിച്ചുകൊള്ളാൻ പറയും. അങ്ങനെ പലരും വന്ന് പിച്ചുകൊണ്ടു. കാരണം ഈ വലിയൊരു ബക്കറ്റ് ആയിട്ട് കയറിയാൽ ഒരു വട്ടം നമ്മൾ പിച്ചു വന്നതിന് 8 കിലോ 10 കിലോ ഉണ്ടാവും. ആ ബക്കറ്റ് നിറച്ചായിരിക്കും. അതും നാച്ചുറൽ സാധനം. ഒരു വളം ചെയ്തിട്ടില്ല, മഴവെള്ളം വീഴുന്ന വെള്ളം പോലും ഒഴിക്കാൻ വളരെ കുറവായിട്ട് ഒഴിക്കുക. ഇതൊക്കെ നമ്മൾ വിഷാംശം എളുപ്പം നോക്കിയിട്ട് വിഷാംശമുള്ള സാധനങ്ങൾ കാശ് കൊടുത്ത് വിഷാംശം വാങ്ങിച്ച് കഴിക്കുക. കുറച്ചൊക്കെ സംഭവങ്ങൾ നമ്മൾ വിചാരിച്ചാലും നടക്കും. 100%. ഇവിടെ പിന്നെ കുറച്ച് കൃഷികളൊക്കെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് സന്ദർഭോചിതമായി നമുക്ക് അവരെ പരിചയപ്പെടുത്താം. ചെറിയ ചെറിയ കൃഷികളുണ്ട്, പിന്നെ ചില സിസ്റ്റങ്ങളുണ്ട്, ചെയ്യേണ്ട രീതികൾ പരിചയപ്പെടുത്താം.